സുഹൃത്തുക്കളെ, ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാവുന്ന ദിവസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ പിന്നെ കേരളത്തിലല്ലെങ്കിലും മലയാളികൾക്ക് അഭിമാനിക്കാമെന്ന് പറയുന്നതിന് പിന്നിലെ കാരണമുണ്ട്. ലോകം മുഴുവൻ മധുരയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സിലുണ്ടാകുന്ന തീരുമാനങ്ങൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ, അതേപോലെ തന്നെ സെലൻസ്കി, ഉക്രൈൻ പിന്നെ ഭരണാധികാരിയായിട്ടുള്ള സെലൻസ്കി, ഡൊണാൾഡ് ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ ഭരണാധികാരി, ഹമാസിൻ്റെ നേതൃത്വം, അതേപോലെ നമ്മുടെ ഇറാനിലെ ആയത്തുള്ള ഖൊമേനി ഉൾപ്പെടെയുള്ളവരെല്ലാം ലോകം മുഴുവൻ മധുരയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. CPM-ൻ്റെ പാർട്ടി കോൺഗ്രസിനകത്ത് എന്ത് തീരുമാനങ്ങളാണ് എടുക്കാൻ പോകുന്നത്, അത് തങ്ങൾക്ക് ഗുണമായി തീരുമോ ദോഷകരമായി ഭവിക്കുമോ എന്ന കാര്യത്തിൽ ഉത്കണ്ഠയോടുകൂടി ലോകം കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. എന്തായിരുന്നാലും ഇന്ന് പലസ്തീൻ വിഷയത്തിൽ CPM അവരുടെ അസന്നിഗ്ധമായ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് അവർ ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഫിയ എന്ന് പറയുന്ന ആചാരപ്രകാരമുള്ള വസ്ത്രം, ഒരു ഷാള് പോലെയുള്ള വസ്ത്രമാണ് അത് ധരിച്ചുകൊണ്ട് അവർ പലസ്തീൻ എന്ന് പറഞ്ഞാൽ ഹമാസിന്, പലസ്തീനല്ല, കാരണം പലസ്തീനികൾക്ക് ഹമാസിനെ വേണ്ട. അവർ പറഞ്ഞാൽ ഹമാസ് ഗോ ബാക്ക് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് പലസ്തീനിലെ തെരുവുകളിൽ പലസ്തീനികളായിട്ടുള്ള ഇസ്ലാം മത വിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ റമദാൻ മാസത്തിൽ മുദ്രാവാക്യം മുടക്കിയത്. ഹമാസിനെതിരെ, ഹമാസ് പോകണം, ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവർ ഹമാസിന് ഹമാസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. ഷേവ് ചെയ്തിട്ട് എവിടെ എത്തി എനിക്കറിയില്ല. മുസ്ലിം ലീഗ് നടത്തിയിട്ടുള്ള ഈ ഹമാസ് ഐക്യദാർഢ്യ റാലിക്ക് ശേഷം പിന്നീട് ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് തന്നെ ഹമാസിനോട് അനുഭാവപൂർണ്ണമായ സമീപനം സ്വീകരിച്ചിരിക്കുകയാണ്. സംഭവം എന്തായിരുന്നാലും ജിയോ പൊളിറ്റിക്സിനകത്ത് ഇസ്രായേൽ വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നത്. കാരണം ഇന്ത്യയിലെ CPM അവർക്കെതിരെ നിന്നു എന്ന് പറയുമ്പം നമ്മുടെ പിണറായി വിജയനും ബാക്കിയുള്ളവരും ഒക്കെ കൂടി ഗോവിന്ദൻ മാഷും ഒക്കെ അവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമ്പോൾ അത് ആഗോള രാഷ്ട്രീയത്തിൽ ആഗോള സാമ്പത്തിക ഘടനയിൽ അതേപോലെ തന്നെ യുദ്ധസഖ്യങ്ങൾക്കകത്തെല്ലാം നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. എന്തായിരുന്നാലും ഈ പൊട്ടന്മാർ ഏത് കാലത്താണ് ജീവിക്കണമെന്ന് എനിക്കറിയില്ല. 24-ാം പാർട്ടി കോൺഗ്രസ് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷേ ഇതിൻ്റെ സംഭവം ഇതാരാണ് തുടങ്ങി വെച്ചതെന്നുള്ളത് വയ്ക്കാം. ഇസ്രായേലിൽ ഒക്ടോബർ 7-ാം തീയതി 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിൻ്റെ അതിർത്തിക്കകത്തേക്ക് വളരെ ലൂസായി ഫ്ലെക്സിബിളായി കടന്നിരുന്ന ഒരു അതിർത്തി സംവിധാനം, ബോർഡർ സംവിധാനം, സെക്യൂരിറ്റികൾ സജീവമായിട്ടില്ലാതിരുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് അതിലേക്ക് കടന്നു കയറി രാവിലെ ജോഗിങ്ങിന് ഇറങ്ങിയവരെയും ചായ കുടിക്കാൻ കടയിലേക്ക് ഇറങ്ങിയവരെയും ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയവരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പ്രായമായവരെയും എല്ലാം തട്ടിക്കൊണ്ടുപോവുകയും സ്ത്രീകളെയും ഒക്കെ പ്രായഭേദമന്യേ ചെറിയ പെൺകുട്ടികളോട്ട് അത്യാവശ്യം 10-60 വയസ്സുള്ളവരെ വരെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് പേരെ പീഡനത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടു. ഇപ്പോഴും അവരുടെ കയ്യിൽ കുറച്ച് ബന്ദികളുണ്ട്. അതിൽ പലരും ജീവനോടെ ഇല്ല എന്ന കാര്യം ബോധ്യമാണ്. പക്ഷേ അവരെ വിട്ടയക്കുന്നില്ല. അതിന് വില വെച്ചിക്കൊണ്ടിരിക്കുകയാണ്. അത് വിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി. ഹമാസിന് എന്താ അവിടെ റോള്? ഹമാസിനെ ഒഴിവാക്കിയല്ലേ വേണ്ടത്? കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ സുഡാപ്പികൾ പോലെയുള്ള സംവിധാനമാണ് ഹമാസ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ സാധാരണക്കാരായ അവിടെ ഇസ്ലാം മത വിശ്വാസികൾ മാത്രമല്ല ക്രിസ്തു മത വിശ്വാസികളുണ്ട് ഈ ഗസയിലും ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ പലസ്തീനകത്ത്. അപ്പം അത് ഒരിക്കലും ജൂതന്മാർ അവരെ നേരെ വംശഹത്യ നടത്തുന്നതല്ല. പക്ഷേ അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിച്ച് കിട്ടാൻ വേണ്ടി അതറ്റം വരെയും പോകും. അതിനകത്ത് ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകുമ്പോൾ അതിനകത്ത് നിരപരാധികളും കൊല ചെയ്യപ്പെടും. കാരണം അവരെ മനുഷ്യകവചങ്ങളായിട്ട് ഉപയോഗിക്കുക. അതിനെക്കുറിച്ച് ഇവർ മിണ്ടുന്നില്ല. എന്തായിരുന്നാലും പാർട്ടി കോൺഗ്രസ് ഇങ്ങനെയുള്ള കുറേ വിട്ടിതം നിറഞ്ഞ തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്ത് ഇവർ ഏതെങ്കിലും കശുമാവൻ തോപ്പിൽ അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞിരുന്നാണ് യോഗം ചേരുക. അപ്പോൾ യോഗം ചേരുമ്പോൾ CPM-ൻ്റെ യോഗത്തിനകത്തൊക്കെ അന്ന് ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാർ ഒളിവിൽ താമസിക്കുന്നവർ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധി മറുപടി പറയട്ടെ, ഇന്ദിരാഗാന്ധിയൊക്കെ വെല്ലുവിളിക്കുന്നത് പറങ്കുച്ചിക്കാട്ടിലെ കശുമാവും തോട്ടത്തിലിരുന്നിട്ട് പറങ്കിത്തോട്ടത്തിലിരുന്നിട്ട് ഇന്ദിരാഗാന്ധി വെല്ലുവിളിക്കുന്നത്. ഇന്ദിരാഗാന്ധി അറിയുന്ന പോലും ഇല്ല. അവന്മാർ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിടിച്ചു കൊണ്ടുപോകും. അന്ന് കെ കരുണാകരൻ്റെ ഒക്കെ ഈ കരിനിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇങ്ങനെ ഈ ജിയോ പൊളിറ്റിക്സിനെ മുഴുവൻ അല്ലെങ്കിൽ ഗ്ലോബൽ എക്കണോമിയെ മുഴുവൻ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിയന്ത്രിക്കുന്നത് എന്നുള്ള ഒരു തരം മിട്ടുകാലി പൊമ്മൂഞ്ചിൻ്റെ മനോഭാവത്തിലേക്ക് CPM പോയിരിക്കും. ഇവരുടെ പ്രശ്നങ്ങൾ തന്നെ ഇറക്കാൻ പറ്റുന്നില്ല. ഇവരുടെ പാർട്ടിക്കകത്തുള്ള വിഷയങ്ങൾ ഇറക്കാൻ പറ്റുന്നില്ല. ആകെ ഈ ഇന്ത്യയിൽ ഇങ്ങേയറ്റത്ത് തെക്കേയറ്റത്ത് ഇവിടെ കിടക്കുന്ന ഒരു കേരളം എന്ന് പറയുന്ന ആകെ കുറച്ച് 3-3.5 കോടി ജനങ്ങളുള്ള സ്ഥലത്ത് മാത്രമല്ല 140 കോടി മൊത്തമുണ്ട്. അതിന് 5% ഇവർ 5% ഇല്ലല്ലോ. 140 കോടിയാകുമ്പോൾ 5% എന്ന് പറഞ്ഞാൽ 7 കോടി വരണം. അപ്പോൾ 2.5% ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 2.5% മാത്രമുള്ള ഒരു സംസ്ഥാനത്തിന് മാത്രം അധികാരമുള്ള ഒരു പാർട്ടി അന്തർദേശീയ വിഷയങ്ങൾക്കകത്തൊക്കെ ചടുലമായ നീക്കങ്ങളും വലിയ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പം ഞാൻ ചോദിക്കട്ടെ, ഇവരെ വിചാരം എന്താ? ബെഞ്ചമിൻ നെതന്യാഹു അല്ലെങ്കിൽ ഈ ഹമാസിൻ്റെ നേതാക്കന്മാരോ പലസ്തീനിലെ മറ്റ് ആളുകളോ സെലൻസ്കിയോ വ്ളാദിമിർ പുടിനൊക്കെ രാവിലെ എഴുന്നേറ്റ് ദേശാഭിമാനി വായിക്കുന്നുണ്ടോ? ദേശാഭിമാനിലല്ലേ വാർത്ത വരുള്ളൂ. അല്ലാതെ ഇന്ത്യയിലെ മുഖ്യധാര പത്രങ്ങൾക്കകത്ത് പോലും വാർത്ത വരില്ല.
കേരളത്തിലെ മലയാളത്തിലെ കുറച്ച് പത്രങ്ങൾ പിന്നെ ദേശാഭിമാനിലെ വരിക. ദേശാഭിമാനി വായിച്ചിട്ടാണ് ഇവരൊക്കെ രാവിലെ കട്ടൻ ചായയുടെ കൂടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ പിന്നെ സെലൻസ്കിയും വ്ളാദിമിർ പുടിനും പിന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപും പിന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും ഒക്കെ ദേശാഭിമാനി വായിച്ച് പ്രബുദ്ധരായിക്കൊണ്ടിരിക്കുകയാണ്. അവർ ദേശാഭിമാനി വായിച്ച് പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരുടെ തീരുമാനങ്ങൾ മാറ്റുമെന്നുള്ള ഒരു അബദ്ധധാരണയിലാണ് ഇവർ നിൽക്കുന്നത്, പൊട്ടന്മാർ നിൽക്കണമെന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും ഇത് ബ്രാഞ്ച് തലത്തിലും എൽ സി തലത്തിലൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാം. പക്ഷേ സന്ദേശം സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലോ പിന്നെ വന്ന ആ സന്ദേശം സിനിമയ്ക്കകത്ത് ശങ്കരാടിയുടെ അതേ മാനസികാവസ്ഥയിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പതിറ്റാണ്ടുകൾക്കിപ്പുറവും CPM നേതാക്കന്മാർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ രീതിയിലുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലും പിന്നെ ഈ പ്രമേയം പാസ്സാക്കലുമൊക്കെ. അപ്പോൾ എന്തായിരുന്നാലും ഇത് ചരിത്രപരമായ ക്രൂരതയാണെന്നാണ് ബേബി സഖാവാണ് നമ്മളെ പ്രമേയം അവതരിപ്പിച്ചത്. ചരിത്രപരമായ ക്രൂരതയാണ് എന്ന് പറയുമ്പം ഇത് ഹിമാലയൻ ബണ്ടത്തരാണ്, ഹിമാലയൻ ബ്ലണ്ടറാണ്. പിന്നെ ഇവർ പണ്ട് ജ്യോതിബസ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ വിഡ്ഢിത്തരമാണ് ഇവരുടെ ഈ പ്രമേയം എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കേട്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും CPM പാർട്ടി കോൺഗ്രസിന് എല്ലാവിധ അഭിവാദനങ്ങളും അർപ്പിക്കുന്നു. അവരുടെ പ്രമേയം കൊണ്ട് ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോവുകയാണ്. ഉക്രൈൻ റഷ്യ യുദ്ധം തീരാൻ പോവുകയാണ്. പിന്നെ ഹമാസിനെതിരായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നത് അവർ മറ്റേ ഹൂതികളുടെ വിഷയമൊക്കെ വിട്ടുപോയി തോന്നുന്നുണ്ട്. യമനിലെയും ലെബനനിലെ ഹിസ്ബുള്ളയും ഒക്കെ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് പ്രമേയം കൂടി പാസ്സാക്കിയാൽ സംഭവം കുറച്ചും കൂടി ഉഷാറാവുമായിരുന്നു എന്നുള്ള അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും.